പത്തരമാറ്റു പ്രേക്ഷകരെ ഒന്നടങ്കം നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുവിട്ടത്. വേറെ ഒന്നുമല്ല, നയന ഇനി അനന്തപുരി തറവാട്ടിൽ ഇല്ല. നയന അനന്തപുരി തറവാട്ടിൽ നിന്നും പടിയിറങ്ങുന്നു ഇനി എന്നേക്കുമായിട്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ജലജ ഇത് കണ്ടുപിടിക്കുന്നുണ്ട്. നമ്മുടെ നവ്യ ശരിക്കും പ്രഗ്നൻ്റ് അല്ല എന്നുള്ളൊരു കാര്യം, നവ്യയുടെ ആ ഒരു വയറ് അത് വെച്ച് കെട്ടാണെന്നുള്ളതും അത് പാഡാണെന്നുള്ളതൊക്കെ നമ്മുടെ ജലജ കണ്ടുപിടിക്കുന്നുണ്ട്. ജലജ ഇത് അറിഞ്ഞതും നമ്മുടെ ആദർശിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊമോയിൽക്ക് ആദ്യം തന്നെ കാണിക്കും നമ്മുടെ ആദർശും ജലജയും ഇങ്ങനെ എന്താ കളി പൂണ്ടി ഇങ്ങനെ വരുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ജലജ പറയുന്നുണ്ട്, ഇവളുടെ കുഞ്ഞിനെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഇല്ലാതാകില്ല. കാരണം എന്താ, കുഞ്ഞില്ല, ഇത് വെറും പാഡാണെന്നും പറഞ്ഞാൽ ആ ഒരു പാഡ് നവ്യയിൽ നിന്നിങ്ങനെ വലിച്ചെടുത്തിട്ട് ഇങ്ങനെ എറിയുന്നുണ്ട്. പിന്നെ നമ്മുടെ ആദർശം അവിടെ പറയണ്ടല്ലോ, പാത്രങ്ങൾ എറിയലും വിളക്കെറിയലും വേണ്ട പ്രപഞ്ചം, അങ്ങനെ ഭയങ്കര ബഹളം തന്നെയായിരുന്നു നമ്മുടെ പ്രൊമോയിൽ. ഇതൊക്കെ കണ്ട് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആദർശ് നവ്യയുടെ അടുത്തല്ലാട്ടോ ചോദ്യം ചെയ്യാൻ പോയത്, നയനയുടെ അടുത്താണ്. നയനയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ ഇത്രയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത മുത്തശ്ശിയുമാണ് നീ ചതിച്ചത്. നീ ഈ ഒരു ചതിക്ക് നിന്നപ്പോൾ ഇവരെയും കൂടിയാണ് നീ ചതിച്ചതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആദർശ് ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര കലിപ്പോടെയാണ് പറയുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ നയനയ്ക്ക് തിരിച്ച് മറുപടി പറയാനുമില്ല. ശരിയാണ്, നയന അവരെ ചതിച്ചു. അപ്പോൾ പിന്നെ ഒന്നും പറയാൻ നയനയ്ക്ക് മറുപടി ഇല്ലതാണ്. ശേഷം നമ്മുടെ നയനയുടെ അച്ഛനും അമ്മയും ആ ഒരു എന്താ പറയുക, നെഞ്ചുരുക്കും വേദനയോടെ തന്നെ സ്വന്തം മകളെയും കൂട്ടി പടിയിറങ്ങുന്നു, അനന്തപുരിയുടെ പടിയിറങ്ങുന്ന ഒരു രംഗം തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി നയന ഇനിയൊരു തിരിച്ചുവരവ് എന്തായാലും നയനയ്ക്ക് ഉണ്ടാകുമോ? ഇല്ല, ഓഫ് കോഴ്സ് എന്തായാലും ആദർശിനി നയനയെ എന്തായാലും സ്വീകരിക്കാൻ പോണില്ല. ഇനി എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കണം. ഇനി അതിന് എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. നയനയുടെ ജീവിതം ഇനി എന്തായി തീരും, ആദർശ നയന ബന്ധം ഇനി തുടരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബൈ.